ഈ വീഡിയോയിലൂടെ നമ്മൾ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് അഥവാ MSBA പഠിക്കാൻ പറ്റിയ USA ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ടേംസ് ഓഫ് റാങ്കിങ്, ഫീസ്, ജോബ് പ്രോസ്പെക്ട്സ്, അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബൈ ദ വേ, നിങ്ങൾ എന്നെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഐ എം അബിൻ. ഐ എം എ സ്റ്റഡി അബ്രോഡ് കോച്ച്. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ടേക്ക് വൈസർ സ്റ്റഡി അബ്രോഡ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കരിയർ ഓപ്പർച്യൂണിറ്റി. യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ലെറ്റ്സ് ക്വിക്ക്ലി അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാവണം ഈ യൂണിവേഴ്സിറ്റീസിനെ, ഈ പ്രോഗ്രാംസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് പാരാമീറ്റർ, ഓവറോൾ ആൻഡ് സബ്ജക്ട് ബേസ്ഡ് റാങ്കിങ്. നമുക്കറിയാം QS വേൾഡ് റാങ്കിങ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്, അതുപോലെ തന്നെ US പ്രത്യേകമായിട്ട് അവരുടെ കൺട്രി ബേസ്ഡ് റാങ്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പാരാമീറ്റർ, അക്രഡിറ്റേഷൻസ്. ഇക്വിസ്, AMBA, AACSB തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് അക്രഡിറ്റേഷൻസ് പാരാമീറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഓവറോൾ റാങ്കിങ്ങിൽ ഒത്തിരി മേളിലോ താഴെയോ ആണെങ്കിലും അല്ലെങ്കിലും അക്രഡിറ്റേഷൻസ് ഓർ സബ്ജക്ട് വൈസ് റാങ്കിങ്ങിൽ ടോപ്പ് ആണെങ്കിൽ ദെൻ ദാറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഇൻ എ നട്ട്ഷെൽ. ട്യൂഷൻ ഫീസ് ആൻഡ് ലിവിങ് എക്സ്പെൻസ്. ട്യൂഷൻ ഫീസ് അറൗണ്ട് ഒരു $15,000 തൊട്ട് $80,000 പെർ ഇയർ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റീസ് വരെ US അവൈലബിൾ ആണ്. ലിവിങ് എക്സ്പെൻസസ് USA ഒരു ലാർജ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ സിറ്റി ആൻഡ് റീജിയൻ അത് ഒത്തിരി വേരി ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് അലുമിനി സാലറീസ് ആൻഡ് ജോബ് പ്ലേസ്മെൻറ്റ്സ്. $90,000 തൊട്ട് മുകളിലോട്ടുള്ള ഗ്രാജുവേറ്റ് സാലറീസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അതുപോലെ തന്നെ സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻസ് ഫോർ ഇന്റേൺഷിപ്സ്, അതും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഈ ഒരു കാറ്റഗറിയിൽ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ, അഡ്മിഷൻ കോമ്പറ്റേറ്റീവ്നെസ്. പല യൂണിവേഴ്സിറ്റീസിനും പല അക്സെപ്റ്റൻസ് റേറ്റ് ആണ്. 100 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 പേരിൽ താഴെ മാത്രം അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റി തുടങ്ങി എബവ് ഒരു 70% മേളിൽ വരെ അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. സോ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് അംബീഷ്യസ് യൂണിവേഴ്സിറ്റീസും ഈസിയർ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. Now let's start with ambitious universities. So the number 1 institution in this list is MIT Sloan School of Management. ഇത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള MIT യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. സോ ഇതിൻ്റെ റാങ്കിങ് വരുന്ന ബിസിനസ് അനലിറ്റിക്സിന് നമ്പർ 1 ആസ് പെർ QS. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് $82,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൗണ്ട് $1,20,000 പെർ ആനുമാണ്. സോ കട്ടിംഗ് എഡ്ജ് AI ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് കോഴ്സസും ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് ടെപ്പർ സ്കൂൾ ഓഫ് ബിസിനസ്. ഇത് കാർണിജി മെല്ലൺ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാണ്. റാങ്കിങ് വരുന്നത് ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന് നമ്പർ 3. ദെൻ ട്യൂഷൻ ഫീസ് അറൗണ്ട് $72,000 പെർ ഇയർ ആണ് വരുന്നത്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് $1,10,000 ആണ്. STEM ബേസ്ഡ് പ്രോഗ്രാം വിത്ത് സ്ട്രോങ് ഇൻഡസ്ട്രി പ്ലേസ്മെന്റ്സ് ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. തേർഡ് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് ഹാസ് സ്കൂൾ ഓഫ് ബിസിനസ്. UC ബെർക്ക്ലി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലിയുടെ പാർട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. റാങ്കിങ് വരുന്നത് ടോപ്പ് 5 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് $75,000 പെർ ഇയർ ആണ് ആവറേജ് വരുന്നത്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൗണ്ട് $1,15,000 പെർ ഇയർ ആണ്. സിലിക്കൺ വാലി കണക്ഷൻസും സ്ട്രോങ് അതുപോലെ ഇൻഡസ്ട്രി കണക്ഷൻസും ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് ഇൻ ദിസ് കാറ്റഗറി ഈസ് മക്കോം സ്കൂൾ ഓഫ് ബിസിനസ്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് അറ്റ് ഓസ്റ്റിൻ്റെ പാർട്ടാണിത്. റാങ്കിങ് വരുന്നത് നമ്പർ 10 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് അറൗണ്ട് $50,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൗണ്ട് $1,00,000 പെർ ആനുമാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സെപ്പറേറ്റ് ചെയ്യുന്നത് മറ്റ് IB ലീഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്യൂഷൻ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. എന്നാൽ ഹയർ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഹയർ സാലറീസിനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. ഫിഫ്ത്ത് ഇൻ ദിസ് കാറ്റഗറി ഈസ് കെലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാണിത്. റാങ്കിങ് വരുന്നത് ടോപ്പ് 10 ഗ്ലോബലി ഇൻ ബിസിനസ് സ്കൂൾസ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് അറൗണ്ട് $75,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് അറൗണ്ട് $1,10,000 ആണ്. കൺസൾട്ടിങ് സെഗ്മെന്റിലേക്കും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സെഗ്മെന്റ്സിലേക്കും കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് 1000 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 to 100 സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിറ്റ് അവിടെ ലഭിക്കുകയുള്ളൂ. ഡോണ്ട് വറി, നൗ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ universities with comparatively easier admission chances. So the first in this category is Geese College of Business.
യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്സിൻ്റെ പാർട്ടാണ്. റാങ്കിങ് നോക്കുകയാണെങ്കിൽ റാങ്ക് 30 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്ന അറൗണ്ട് ഒരു $45,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് അറൗണ്ട് $85,000 പെർ ഇയർ ആണ്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ കണക്ഷൻസും പർട്ടിക്കുലർലി ഫോർച്യൂൺ 500 കമ്പനീസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആ ഒരു കൊളാബറേഷൻസ് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡമോർ മക്കിം സ്കൂൾ ഓഫ് ബിസിനസ്. നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാണ്. റാങ്കിങ് ടോപ്പ് 50 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് അറൗണ്ട് $55,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് വരുന്നത് $85,000 പെർ ആനമാണ്. ഈ യൂണിവേഴ്സിറ്റിയെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോപ്പ് വിത്ത് റിയൽ വേൾഡ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാനഡയിൽ പൊതുവെ സ്റ്റുഡൻസ് കേട്ടിട്ടുണ്ടാകും കോപ്പ് പ്രോഗ്രാംസ്. എന്നാൽ അതുപോലുള്ള പ്രോഗ്രാംസ് ഉള്ള US യൂണിവേഴ്സിറ്റീസ് കമ്പാരിറ്റീവ്ലി റെയർ ആണ്. സോ ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് ക്യാൻ ഡയറക്ട്ലി get into an internship job with the help of university. അത് ഒരുപക്ഷെ ചിലപ്പോൾ പെയ്ഡ് ആവാം, അൺപെയ്ഡ് ആവാം, ബട്ട് എനിവേ ദ ഓപ്പർച്യൂണിറ്റി ഈസ് ബിഗ്. നെക്സ്റ്റ് ഈസ് എലർ കോളേജ് ഓഫ് മാനേജ്മെന്റ്, അരിസോണ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടാണ്. വെൻ ഇറ്റ് കംസ് ടു റാങ്കിങ് ടോപ്പ് 50 ഇൻ ബിസിനസ് സ്കൂൾസ്. ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത് $45,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് അറൗണ്ട് $80,000 പെർ ആനമാണ്. ഈ യൂണിവേഴ്സിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് ലോവർ ട്യൂഷൻ ഫീസ് എന്നാൽ ഹയർ ഇൻഡസ്ട്രി മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈസ് സ്കൂൾ ഓഫ് ബിസിനസ് അസോസിയേറ്റഡ് വിത്ത് യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കട്ട്. റാങ്കിങ് ടോപ്പ് 50 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് അറൗണ്ട് $40,000 പെർ ഇയർ ആണ്. ആവറേജ് ഗ്രാജുവേറ്റ് സാലറീസ് അറൗണ്ട് $85,000 പെർ ആനമാണ്. ഈ യൂണിവേഴ്സിറ്റിയെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബിഗ് ഡേറ്റ ആൻഡ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ US. Next in this list is School of Business at Stevens Institute of Technology. ഇവിടെ റാങ്കിങ് വരുന്നത് ടോപ്പ് 60 ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്നത് അറൗണ്ട് $50,000 പെർ ആനമാണ്. ആവറേജ് സാലറി റേഞ്ച് വരുന്നത് $90,000 ആണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മേജർ തിങ് ഗ്രേറ്റർ ടൈസ് വിത്ത് കമ്പനീസ് ഇൻ ഫിനാൻസ് ആൻഡ് ടെക് സെഗ്മെന്റ്സ്. US ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷന് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ബേസ്ഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ബട്ട് US അറൗണ്ട് 4,000 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ഈ യൂണിവേഴ്സിറ്റീസിലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ 10 മാത്രമല്ല ഉള്ളത്, അതുപോലെ തന്നെ ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇതൊക്കെ തന്നെ ഇൻടേക്ക് ടു ഇൻടേക്ക് ബേസിസിൽ മാറുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ US ബിസിനസ് അനലിറ്റിക്സോ മറ്റ് ഏതെങ്കിലും പ്രോഗ്രാം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു നല്ലൊരു 1-on-1 കൗൺസിലിങ്ങിന് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇഫ് യു നീഡ് അവർ ഹെൽപ്പ് ഫോർ ദിസ്, അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ക്ലിക്ക് ആൻഡ് രജിസ്റ്റർ ഫോർ എ ഫ്രീ 1-on-1 കൗൺസിലിംഗ് സെഷൻ വിത്ത് അസ്. അതുപോലെ തന്നെ എത്ര ചലഞ്ചിങ് ജോബ് മാർക്കറ്റിലും എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ ഹൈ പേയിങ് ജോബ്സ് ആൻഡ് കരിയേഴ്സിൽ ലാൻഡ് ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ, അത് എത്ര ചലഞ്ചിങ് ജോബ് മാർക്കറ്റിലായാൽ പോലും വി ഹാവ് അവർ ഓവർസീസ് മാസ്റ്റർ ക്ലാസ്, അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ദെൻ ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വി ഹാവ് മെയ്ഡ് ലോട്ട് ഓഫ് വീഡിയോസ് പെർട്ടിക്കുലർലി ഫോർ ദിസ്. ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ച് ഇൻഡെപ്ത് സ്കോപ്പ് മനസ്സിലാക്കാൻ ഡിഫറെൻറ്റ് കൺട്രീസ്. സോ ഡെഫിനറ്റ്ലി ഹാവ് എ ലുക്ക് ഇൻ ടു അവർ പ്ലേലിസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.